ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാളൂസ് പെറ്റൽസ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബോൾസ് ആൻഡ് പ്ലാന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ട ആദ്യമായിട്ട് കാണുന്നത് വേരിഗേറ്റഡ് വെറൈറ്റിയിലുള്ള ഈ മജന്ത കളറിലുള്ള മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീവ്സ് നോക്കിക്കേ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് കാണുന്നത് വേണ്ട ഈ ഓറഞ്ചും വൈറ്റ് ഷെയ്ഡോടും കൂടെ ചേർന്ന് ഈ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഈ മദർ പ്ലാന്റ് ആണ്. അപ്പം ഇത് ഡബിൾ പെറ്റൽസ് ആണ്, ഓറഞ്ചും വൈറ്റും ഒപ്പം തന്നെ നടുക്ക് ശ്രദ്ധിച്ച് നോക്കി ഒരു ചെറിയ ഒരു മജന്ത കളറിലെ ഒരു ഷെയ്ഡും കൂടെ കാണാം. അപ്പം ഇത് ഒരു പ്ലാന്റ് ആണ് ഒരു പോട്ടിൽ വെച്ചിരിക്കുന്നത്. അതേ നിന്നാണ് ഈ നിറച്ച് ഷൂട്ട്സും, ഓരോ ഷൂട്ട്സിലും ഇഷ്ടം പോലെ ബ്രാഞ്ചസും നിറച്ച് ബഡ്സും പൂക്കളും ഒക്കെ ആയിട്ട് നോക്കി നമ്മുടെ നാടൻ ബോൾസത്തെ വെച്ച് നോക്കുമ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി ഉള്ളതിൻ്റെ പൂക്കൾക്ക് നല്ല വലിപ്പമായിരിക്കും അല്ലേ. ഇപ്പം ഒരു പൂ തന്നെ ഒരു സ്റ്റെമ്മിൽ ധാരാളം മതി നമുക്ക് തോന്നും. അതുപോലെ നല്ല വലിപ്പമുള്ള നല്ല പൂവാണ് കേട്ടോ. അടുത്തതിൻ്റെ മൂന്നാമത്തെ കളറാണ് ഡാർക്ക് റെഡ് കളറിലുള്ള ഈ ബോൾസം പ്ലാന്റ്. ഇതിൻ്റെ ലീവ്സും നല്ല ഗ്രീൻ കളറാണ്. അതിൻ്റെ നടുക്കോടെ ഒരു മെറൂൺ ഷെയ്ഡ് ലൈൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതും നല്ല രസമല്ലേ. ഈ കളർ ആരെയും ആകർഷിക്കുന്നതല്ലേ, എല്ലാവരും വെറൈറ്റി അല്ലേ നോക്കുന്നത്. അപ്പം ഈ കളറ് തന്നെ നമ്മളെ ആരെയും ആകർഷിക്കുന്നതാണ്. ഒരു പ്ലാന്റിൽ തന്നെ നിറച്ച സ്റ്റെമ്മും പൂക്കളും ഒക്കെ ആയിട്ട് ഒരു പോട്ടിൽ നമ്മൾ വെച്ചാൽ അത് നല്ല ബുഷിയായിട്ട് നിൽക്കും. ഇതുപോലെയുള്ള പലതരം കളറ് പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെക്കുകയാണെങ്കിൽ എന്ത് നല്ല രസമാണ് കാണാൻ. നിത്യം പൂവിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചെടി പോകാറാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ സ്റ്റെം എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ പിടിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാലാവധി കഴിയുമ്പോഴത്തേനും നമുക്ക് പുതിയൊരു പ്ലാന്റ് എടുക്കുകയും ചെയ്യാം. ഇനി അടുത്ത എൻ്റെ കയ്യിലുള്ള കളർ തേണ്ട ഈ മജന്ത കളറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ആദ്യം കാണിച്ചത് മജന്ത. ശരി, ആദ്യം കാണിച്ചത് വേരിഗേറ്റഡ് വെറൈറ്റിയിലുള്ള മജന്തയാണ്. അതിൻ്റെ ലീവ്സ് ഞാൻ പറഞ്ഞായിരുന്നു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നായിരുന്നു. പക്ഷേ ഇത് നോക്കിക്കേ, ഈ മജന്ത തന്നെ, പക്ഷേ ഇത് ഗ്രീനും ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡും കൂടെ ചേർന്ന ലീവ്സാണ്. അപ്പം ഇത് രണ്ടും രണ്ട് ടൈപ്പാണ് കേട്ടോ, ഒന്നല്ല. അപ്പം ഇത് നോക്കിക്കേ, ഒരു പ്ലാന്റ് ഒരു ചട്ടിയിൽ വെച്ചാൽ നിറഞ്ഞ് നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല രസമില്ല കാണാനായിട്ട്. ഇങ്ങനെ പല കളറ് എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം ജൈവ രീതിയിൽ ഞാൻ പിടിപ്പിച്ചെടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൈകളെല്ലാം കാണിക്കുന്ന എല്ലാ കളറിലും എൻ്റെ കൈകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ കോൺടാക്റ്റ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ കൈകളിൽ ഞാൻ കൊറിയറായിട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതാണ് മജന്ത കളറിൽ വേരിഗേറ്റഡ് വെറൈറ്റിയിലുള്ള ബോൾസം ഫ്ലവർ പ്ലാന്റ്. ആദ്യം കാണിച്ചത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഇനിയും ഇതാണ് അടുത്ത എൻ്റെ കയ്യിലുള്ള ഒരു കളർ ചേഞ്ചിലുള്ള ബോൾസം ഫ്ലവർ. ആദ്യം കാണിച്ചത് ഞാൻ വൈറ്റും ഓറഞ്ചും കൂടെ ചേർന്നായിരുന്നു. ഇതും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ ലീവ്സിനേക്കാളിലും ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലീവ്സിനും ഫ്ലവറിനും എല്ലാം വ്യത്യാസമുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. വീഡിയോയിൽ നോക്കിയാൽ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല ചേഞ്ച് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതും ഒരു കളർ ചേഞ്ചിലുള്ള വേറൊരു ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ബോൾസം ഫ്ലവർ പ്ലാന്റ് ആണ്. മറ്റേ പ്ലാന്റിനേക്കാളും കൂടുതലും ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൻ്റെ എല്ലാം ലീവ്സിനുണ്ട് കേട്ടോ. പിന്നെ പിള്ളേരെല്ലാം അതിൽ ഓടി നടക്കുന്നതുകൊണ്ടാണ് നിഴലടിക്കുന്ന വീഡിയോയിൽ പകൽ സമയത്ത് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം കേട്ടോ. അപ്പം പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. വേണ്ട ഇതും ഒരു അടുത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് തന്നെയല്ലേ കുറച്ച് മുമ്പ് കാണിച്ചതല്ല, ഇത് ആ കളറാണെന്ന് തോന്നും ഫ്ലവർ കണ്ടാൽ. പക്ഷേ ലീവ്സിന് പ്രത്യേകത നോക്കിക്കേ, മറ്റേ ആ പ്ലാന്റിൻ്റെ ലീവ്സിനേക്കാളും ഈ ലീവ്സിൻ്റെ വലിപ്പം നോക്കിക്കേ, നല്ല വലിപ്പമുള്ള ലീവ്സാണ് കേട്ടോ. ഇതാണ് അടുത്ത വൈറ്റ് കളറിലുള്ള ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ബോൾസം ഫ്ലവർ പ്ലാന്റ്. ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. കൂടുതലും യെല്ലോ കളറും പിന്നെ അതിൻ്റെ മാർജിനിൽ ഗ്രീൻ ഷെയ്ഡോടും കൂടെ ചേർന്നതാണ് അതിൻ്റെ ലീവ്സ്. നിറച്ച് പൂക്കൾ. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ 2 പോട്ട് അടുപ്പിച്ചാണ് വെച്ച് കാണിക്കുന്നത്. ഇതുപോലെ ഒരു 5-6 പോട്ടൊക്കെ അടുപ്പിച്ച് നിറച്ച് പൂവിട്ട് വെച്ച് കാണുന്നത് നല്ല രസമല്ല, ആർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആരെങ്കിലും വന്ന് കാണുവാണെങ്കിൽ ഇത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ച് തന്നെ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുപോലെ നല്ല രസമാണ് ഇത് അടുപ്പിച്ച് വെച്ച് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തതിനോടൊപ്പം തന്നെ ഇതെൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും മേടിച്ച് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെക്കുകയും ചെയ്യണം കേട്ടോ. ഇനിയിപ്പം അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്
സോറി, ഇത് വൈറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ മുമ്പ് 2 പോട്ട് അടുപ്പിച്ച് വെച്ചല്ലേ കാണിച്ചത്. ഇതിപ്പോൾ ഒറ്റ പോട്ടായിട്ട് എടുത്ത് വെച്ചതാണ് കാണിച്ചത്. ഇതിനൊരു ശകലം വലിപ്പം വെക്കും മറ്റ് ബോൾസം ഫ്ലവർ പ്ലാന്റിനേക്കാളും. ഇതിൻ്റെ പ്ലാന്റിനൊരു ചെറിയ ഹൈറ്റ് വെക്കും. എന്നാലും നല്ല രസമില്ലേ കാണാനായിട്ട്. അതിൻ്റെ ലീവ്സും ഫ്ലവറും ഒക്കെ ആരെയും ആകർഷിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് മേടിച്ച് ഒന്ന് വെച്ച് നോക്കണം. എൻ്റെ ഇത് മേടിച്ചവരെല്ലാം ഒത്തിരി പേര് എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു. എല്ലാം നല്ലപോലെ പിടിക്കുന്നുണ്ട്, നല്ലതാണ്, ഇനിയും വേണമെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടായിരുന്നു. അങ്ങനെ ഇട്ടവരോടെല്ലാം എൻ്റെ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം, ഒപ്പം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ വീഡിയോ, അതായത് എൻ്റെ മാളൂസ് പെറ്റൽസ് എന്നുള്ള ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അത് ലാസ്റ്റ് ഒരു കളറും കൂടെ പരിചയപ്പെടുന്നു, ഓറഞ്ച് കളറ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നോക്കിക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. യെല്ലോയും ഗ്രീനും ഷെയ്ഡും ചേർന്ന ലീവ്സും നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ല. അപ്പോൾ ഞാൻ കാണിച്ച ഇത്രയും കളറെങ്കിലും മതി. ഇതെല്ലാം ഒരു 2 പോട്ടിൽ വെച്ച് പിടിപ്പിച്ച് നമ്മളവിടെ വീട്ടുമുറ്റത്ത് വെച്ച് നോക്കിയാൽ എന്ത് രസമാണ് കാണാനല്ലേ. അപ്പോൾ എല്ലാവരും മേടിച്ച് ഒന്ന് വെച്ച് എൻ്റെ ഭംഗിയൊക്കെ